ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. മൂല്യവർധനയിൽ അമ്പരപ്പിച്ചു ബിറ്റ്കോയിൻ. ബിറ്റ്കോയിനിൽ മുടക്കിയ 10,000 രൂപ 14 വർഷം കൊണ്ട് 3,607 കോടി രൂപയായി. 2030ഓടെ $10 ലക്ഷം തൊട്ടേക്കുമെന്ന് പ്രവചനം. 2010 ബിറ്റ്കോയിനിൽ മുടക്കിയ ചെറിയ നിക്ഷേപങ്ങൾ പോലും ഇന്ന് കോടികളാണെന്ന് റിപ്പോർട്ട്. ഒരു ബിറ്റ്കോയിന്റെ മൂല്യം ഉടൻ തന്നെ $1 ലക്ഷം കടന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. ആഗോള നിക്ഷേപ സ്ഥാപനമായ ബേൺസ്റ്റൈൻ 2025ഓടെ മൂല്യം $2 ലക്ഷം എത്തുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. കയറ്റിറക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും 2033ഓടെ $10 ലക്ഷം തൊട്ടേക്കുമെന്നാണ് പ്രവചനങ്ങൾ. കോയിൻകോഡെക്സ് ഡാറ്റ നൽകുന്ന സൂചനയനുസരിച്ച് 2010ന്റെ തുടക്കത്തിൽ ബിറ്റ്കോയിന്റെ മൂല്യം $1 താഴെയായിരുന്നു. 2010 $1 45.73 രൂപയായിരുന്നു ഏകദേശം മൂല്യം. ഒരു ബിറ്റ്കോയിൻ നിക്ഷേപത്തിന് വെറും 2.29 രൂപ മതിയായിരുന്നുവെന്ന് വിവിധ ഡാറ്റകൾ സൂചിപ്പിക്കുന്നു. ബ്ലൂംബെർഗ് ഡാറ്റ പ്രകാരം 2024 നവംബർ 25 വരെ $ലെ ബിറ്റ്കോയിന്റെ മൂല്യം $97,821.88 ആണ്. നിലവിലെ സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും $1 ലക്ഷം കടക്കാം. $1 വിനിമയ നിരക്ക് 84.45 രൂപ കണക്കാക്കിയാൽ 10,000 രൂപയുടെ നിക്ഷേപം ഇപ്പോൾ ഏതാണ്ട് 3,607.44 കോടി രൂപയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2006 മരിച്ച പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ക്യാരക്ടറിനെ സൃഷ്ടിച്ച് ചാറ്റ്ബോട്ടായ ക്യാരക്ടർ AI. പെൺകുട്ടിയുടെ ക്യാരക്ടർ AI സൃഷ്ടിച്ചത് കുടുംബത്തിന്റെ സമ്മതമില്ലാതെ. AIയുടെ വളർച്ച അപകടമെന്ന് കുടുംബം. മകൾ കൊല്ലപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം പിതാവിന് ഒരു ഗൂഗിൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയായിരുന്നു. മകളെപ്പറ്റി പ്രചരിക്കുന്ന പുതിയ വാർത്തയുടെ ലിങ്കായിരുന്നു അത്. ഒരു AI പ്രൊഫൈലായിരുന്നു മകളുടെ പേരിൽ വെബിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. അതിൽ ജെന്നിഫറിന്റെ ഫോട്ടോയും ഒരു സാങ്കല്പിക ജീവചരിത്രവും ഉണ്ടായിരുന്നു. AI സൃഷ്ടിച്ച വ്യക്തിത്വങ്ങളുമായി ഇടപെടാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായ ക്യാരക്ടർ AIയിൽ ഒരു ചാറ്റ്ബോട്ട് സൃഷ്ടിക്കാൻ ജെന്നിഫറിന്റെ പേരും ചിത്രവും ഉപയോഗിക്കുകയായിരുന്നു. സൈറ്റിലെ ജെന്നിഫറിന്റെ ഡിജിറ്റൽ പതിപ്പുമായി നിരവധി ഉപയോക്താക്കൾ ഇടപഴകിയിട്ടുണ്ട്. മകളുടെ AI രൂപം സമ്മതമില്ലാതെ സൃഷ്ടിച്ചതിൽ പ്ലാറ്റ്ഫോമിനെതിരെ കുടുംബം രംഗത്തെത്തി. തുടർന്ന് ചാറ്റ്ബോട്ട് നീക്കം ചെയ്തതായി ക്യാരക്ടർ അറിയിക്കുകയായിരുന്നു. ഇത്തരം വ്യക്തിപരമായ വിവരങ്ങൾ AI പോലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ വലിയ ആശങ്കയും കുടുംബം പ്രകടിപ്പിച്ചു. മരിച്ചയാളുടെ സ്വകാര്യതയെയും ഓർമ്മയെയും ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യവും കുടുംബം എടുത്തു പറഞ്ഞു. ഒരു ചിത്രം ഉപയോഗിച്ച് ആർക്കും കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാനാവുന്ന AI സേവനമാണ് ക്യാരക്ടർ AI. എന്നാൽ നിബന്ധനകൾ ലംഘിക്കുന്ന ചാറ്റ്ബോട്ടുകൾ നീക്കം ചെയ്യുമെന്നും സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിനായി ഇത്തരം നിബന്ധനകൾ പരിഷ്കരിക്കുകയും ചെയ്യുമെന്ന് ക്യാരക്ടറിന്റെ വക്താവ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. CBI ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ തട്ടിപ്പ്. പുതിയ തട്ടിപ്പ് രീതിയെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി SBI. CBI ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനെ തട്ടിപ്പുകാർ വിളിക്കുകയും വ്യാജ നിയമ നടപടിയുടെ പേര് പറഞ്ഞ് കനത്ത പിഴ ഈടാക്കുകയും ചെയ്യുന്ന ഒരു പുതിയ തട്ടിപ്പ് രീതിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി SBI. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും SBI വ്യക്തമാക്കി. തട്ടിപ്പിൽ നിന്നും രക്ഷ നേടാൻ എന്തൊക്കെ ചെയ്യണമെന്നും SBI നിർദ്ദേശിച്ചു. വിളിക്കുന്നയാളുടെയോ മെസ്സേജ് അയച്ചയാളുടെയോ ഐഡന്റിറ്റി എപ്പോഴും സ്ഥിരീകരിക്കണമെന്നും ഔദ്യോഗിക ഓർഗനൈസേഷനുകൾ സാധാരണയായി ഫോണിലൂടെയോ SMS വഴിയോ വീഡിയോ കോളിലൂടെയോ സ്വകാര്യ വിവരങ്ങൾ ആവശ്യപ്പെടില്ലെന്നും SBI അറിയിച്ചു. വ്യക്തിഗത വിവരങ്ങൾ പങ്കിടരുതെന്നും ഭീഷണികളിൽ ഭയപ്പെടരുതെന്നും നിയമാനുസൃത സംഘടനകൾ ഫോണിലൂടെ ഇത്തരത്തിൽ നടപടികളെക്കുറിച്ചോ പിഴയെക്കുറിച്ചോ സംസാരിക്കില്ലെന്നും വ്യക്തമാക്കി. സംശയാസ്പദമായി തോന്നിയാൽ പോലീസിനെ അറിയിക്കാനും സുരക്ഷാ ഫീച്ചറുകൾ ഉപയോഗിക്കാനും SBI നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്പാം കോളുകൾക്കെതിരെയുള്ള ട്രായിയുടെ നടപടിക്ക് പിന്നാലെ റോബോ കോളുകളിൽ വർധന. നടപടിയിൽ സമ്മിശ്ര ഫലങ്ങളെന്ന് വ്യക്തമാക്കി സർവേ റിപ്പോർട്ട്. റോബോ കോളുകളുടെ വർധനവ് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും സ്പാം കോളുകൾ നിയന്ത്രിക്കുന്നതിൽ ട്രായ് വിജയിച്ചതായി സർവേ ഫലം വ്യക്തമാക്കുന്നു. 50 സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും 2.25 ലക്ഷം ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുക മുതലായ കർശന നിയന്ത്രണങ്ങൾ ട്രായ് ഇതിനായി നടപ്പാക്കിയിരുന്നു.
ശേഷം സ്പാം കോളുകളെക്കുറിച്ചുള്ള ഉപഭോക്തൃ പരാതികൾ 20% കുറഞ്ഞതായാണ് കണക്കുകൾ. ഓഗസ്റ്റിലെ 1.89 ലക്ഷത്തിൽ നിന്ന് 2024 ഒക്ടോബറിൽ 1.51 ലക്ഷമായി കുറഞ്ഞു. രജിസ്റ്റർ ചെയ്യാത്ത ടെലിമാർക്കറ്റുകളിൽ നിന്നുള്ള പ്രൊമോഷണൽ കോളുകൾ തടയാൻ ടെലികോം റെഗുലേറ്റർ എല്ലാ ദാതാക്കളോടും ആവശ്യപ്പെടുകയും കഠിനമായ പിഴ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇന്ത്യയിലെ 309 ജില്ലകളിൽ നിന്നുള്ള 14,000-ലധികം മൊബൈൽ വരിക്കാരെ ഉൾപ്പെടുത്തി ലോക്കൽ സർക്കിളുകൾ നടത്തിയ സർവേയിൽ പ്രതികരിച്ചവരിൽ 27% പേർക്കും ഇത്തരം കോളുകൾ ലഭിക്കുന്നത് കുറവാണെന്ന് കണ്ടെത്തി. അതേസമയം ഇതേ കാലയളവിൽ റോബോ കോളുകളുടെ വർധനവ് പലരും ചൂണ്ടിക്കാട്ടി. പുതിയ നിയന്ത്രണങ്ങൾ മറികടക്കാൻ ചില ടെലിമാർക്കറ്റർമാർ ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങളിലേക്ക് തിരിയുന്നതായി ഇത് സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മത്സര നിയമങ്ങൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ട് തടഞ്ഞുവെക്കാനുള്ള ആപ്പിളിന്റെ അഭ്യർത്ഥന ഇന്ത്യൻ ആന്റി ട്രസ്റ്റ് ബോഡി നിരസിച്ചു. കേസിൽ അന്വേഷണം തുടരും. iOS ആപ്പ് സ്റ്റോർ വിപണിയിൽ ആപ്പിളിന്റെ ആധിപത്യം വിപണിയെ ദോഷകരമായി ബാധിച്ചെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം ഇന്ത്യയിൽ പരിമിതമായ വിപണി സാന്നിധ്യമാണുള്ളതെന്ന് ചൂണ്ടിക്കാട്ടിയ ആപ്പിൾ അത് നിഷേധിച്ചു. CCI ഉദ്യോഗസ്ഥർ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് അന്തിമ തീരുമാനം നൽകും. കേസിലെ റിപ്പോർട്ടുകൾ തിരികെ നൽകാനും പകർപ്പുകൾ നശിപ്പിക്കാനും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് റെഗുലേറ്റർ പുതിയ റിപ്പോർട്ടുകൾ നൽകുകയായിരുന്നു. ആന്റി ട്രസ്റ്റ് അന്വേഷണത്തിലെ പ്രധാന പരാതിക്കാരനായ ഇന്ത്യൻ നോൺ പ്രോഫിറ്റ് ടുഗദർ വി ഫൈറ്റ് സൊസൈറ്റി പഴയ അന്വേഷണ റിപ്പോർട്ടുകൾ നശിപ്പിച്ചുവെന്നതിന് തെളിവ് നൽകണമെന്ന് ആപ്പിൾ ആവശ്യപ്പെട്ടതായി നവംബറിൽ CCIയുടെ ആഭ്യന്തര ഉത്തരവ് ചൂണ്ടിക്കാട്ടി. അല്ലാത്ത പക്ഷം ആപ്പിൾ CCIയോട് കമ്പനിക്കെതിരെ നടപടിയെടുക്കാനും പുതുക്കിയ റിപ്പോർട്ട് തടഞ്ഞുവെക്കാനും ആവശ്യപ്പെടുകയായിരുന്നു. അന്വേഷണ റിപ്പോർട്ട് തടഞ്ഞുവെക്കണമെന്ന ആപ്പിളിന്റെ അഭ്യർത്ഥന അംഗീകരിക്കാനാകില്ലെന്ന് CCI ഉത്തരവിൽ വ്യക്തമാക്കി. 2024 വരെയുള്ള ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ കേസിലെ സാമ്പത്തിക പിഴകൾ നിർണ്ണയിക്കാൻ റെഗുലേറ്ററി മാർഗനിർദ്ദേശങ്ങൾക്ക് കീഴിൽ സമർപ്പിക്കാൻ ആപ്പിളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും CCI ഉത്തരവ് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.